ഞാൻ ഇന്നലെയാണ് ആക്ച്വലി ആ ജേട്ടൻ്റെ ഇൻ്റർവ്യൂ ആണെന്നൊക്കെ അറിഞ്ഞത്. അപ്പം ഞാൻ ബേസിക്കലി യൂട്യൂബിൽ കയറിയിട്ട് ജേട്ടൻ്റെ ഇൻ്റർവ്യൂസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തു, ഒന്ന് പഠിക്കണമല്ലോ. ശരിക്കും കുറേ നാളുകളായിട്ട് ഇൻ്റർവ്യൂസ് ഒന്നും കൊടുത്തിട്ടില്ല. എവിടെയായിരുന്നു? 4 വർഷം കത്തനാരും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബിസി ആയിരുന്നു. അതെ, വേറെ പടമൊന്നും ചെയ്തില്ല. ഇല്ല, കത്തനാരുമായിട്ട് ലോക്കായി പോയി. അപ്പോൾ ആട് 3ലേക്ക് വരികയാണെങ്കിൽ ജേട്ടൻ്റെ വേറൊരു മുഖമൊക്കെ നമ്മൾ ഇതിനകത്ത് കാണാൻ പോവാണ്. കാരണം പാസ്റ്റിലേക്കൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് മൂവിയാണ് നമ്മൾ കേട്ടു. അതിൻ്റെ വിശേഷങ്ങളൊന്നും പറയാൻ പറ്റുമോ? അല്ല, അതൊരു ഫസ്റ്റ് നിന്നും സെക്കൻഡ് നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ആടിൻ്റെ ഷൂട്ടിന് വരുമ്പോഴത്തേക്കും എപ്പോഴും ഷാജി പാപ്പൻ്റെ ഒരു മാനസികാവസ്ഥയായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ കാണുമ്പോൾ എനിക്ക് അറക്കൽ അബുവിനെയും ക്ലീറ്റസിനെയും ഒക്കെ കാണാമല്ലോ. പക്ഷേ ഇതിലേക്കൊരു പാസ്റ്റ് ലൈഫ് വേറൊരു സെഗ്മെൻ്റ് ഉണ്ട്. അത് ചെയ്യുന്ന സമയത്ത് നമുക്കൊരിക്കലും ആടാണ് ഷൂട്ട് ചെയ്യണമെന്നുള്ള ടു ബി ഫ്രാങ്ക് ഫീൽ ഉണ്ടായിരുന്നില്ല. കാരണം വെച്ചാൽ എല്ലാവരെയും ഞാൻ മുഖത്ത് നോക്കുമ്പോഴത്തേക്കും ക്യാപ്റ്റൻ ക്ലീറ്റസ് വേറെ രൂപത്തിലും അറക്കലബ് വേറെ രൂപത്തിൽ, ഞാൻ എന്നെ തന്നെ കണ്ണാടിയിൽ കാണുമ്പോൾ വേറെ രൂപത്തിലൊക്കെ അല്ലേ. അപ്പോൾ നമ്മുടെ സെറ്റിലും പറയും ആ ഒരു ആട് 3 ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഫീൽ ഇല്ലല്ലോ. പക്ഷേ കോമഡി കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇങ്ങനത്തെ ഒരു രാജാവ് പരിപാടിയൊക്കെ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഹ്യൂമർ കൊണ്ടുവരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ അതിനകത്തും നമ്മൾ എന്താ പറയുക, അതിന് പറ്റുന്ന രീതിയിൽ, അതിന് ചേരുന്ന രീതിയിൽ, ക്യാരക്ടർ വിട്ടുപോകാത്ത രീതിയിലുള്ള തമാശകളും കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്.